ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ നാളിൽ സംസാരിച്ച വചനത്തിൻ്റെ തുടർന്നുള്ള വചനമാണ് ദൈവിക വാഴ്ത്തത്വവും എതിർക്രിസ്തു നൽകുന്ന വാഴ്ത്തത്വവും. അതായത് യേശുക്രിസ്തു വരുന്നത് വെള്ളക്കുതിരപ്പുറത്താണ് വരുന്നത്. അതുപോലെ തന്നെ എതിർക്രിസ്തുവും അതേ രീതിയിലാണ് വരുന്നത് എന്ന് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേൽ ഇരിക്കുന്നവന് വിശുദ്ധനും സത്യവാനും എന്നു പേർ, അവൻ നീതിയോട് വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അപ്പോൾ യേശുവിനെ എതിർക്രിസ്തു ഇമിറ്റേറ്റ് ചെയ്യുന്നത് പോലെയാണ് വരുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാം മുദ്ര പൊട്ടിക്കുമ്പോഴാണ് ഇത് കാണുന്നത്. വെളിപ്പാട് പുസ്തകം 6:1, കുഞ്ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അതായത് ശരിയായ മശിഹ വരുന്നതിന് മുമ്പേ ഒരു തെറ്റായ മശിഹ വരുന്നു. ഇത് മത്തായിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേര് എടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അപ്പോൾ എതിർക്രിസ്തു വരുമ്പോൾ അവനൊരു ഉടമ്പടി ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് ഇരിക്കുന്നവൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വില്ലുണ്ട്. വില്ല് എന്തിനെ കാണിക്കുന്നു? ദൈവം ജലപ്രളയത്തിന് ശേഷവും ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ വില്ല് മേഘത്തിന്മേൽ വയ്ക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഇനി സകല ജഡവും ജലപ്രളയത്തിൽ നശിക്കുകയില്ല, ഭൂമിയെ നശിപ്പിപ്പാൻ ഇനി ജലപ്രളയം ഉണ്ടാകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് ഒരു നിയമം ചെയ്യുന്നു. പിന്നെയും ദൈവം അരുളി ചെയ്തത്, ഞാനും നിങ്ങളോട് കൂടെയുള്ള സകല ജാതികളും ജീവജന്തുക്കളും തമ്മിൽ തലമുറയോളവും സദാകാലത്തേക്കും ചെയ്യുന്ന നിയമത്തിൻ്റെ അടയാളം ആവിധം. ഞാൻ എൻ്റെ വില്ല് മേഘത്തിന്മേൽ വയ്ക്കുന്നു, അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മീതെ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ വില്ല് എന്തിനെ കാണിക്കുന്നു? ഉടമ്പടിയെ കാണിക്കുന്നു. ഹോശേയ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നു, 16-ാം വാക്യം, അവർ തിരിയുന്നു മേലോട്ട് അല്ലാതാനും, അവർ വഞ്ചനയുള്ള വില്ല് പോലെയാകുന്നു. അപ്പോൾ അവർ വഞ്ചനയുള്ള വില്ല് ആകുന്നു. സങ്കീർത്തന പുസ്തകത്തിലും ഇതേ ഒരു വാക്യം കാണുന്നു. വില്ല് എന്തിനെ കാണിക്കുന്നു? വഞ്ചനയെ കാണിക്കും. സങ്കീർത്തനം 78-57 ഇങ്ങനെ പറയുന്നു, അവർ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ പിന്തിരിഞ്ഞ് ദ്രോഹം ചെയ്തു, വഞ്ചനയുള്ള വില്ല് പോലെ അവർ മാറിക്കളഞ്ഞു എന്ന് പറയുന്നു. അതായത് സമാധാനത്തിൻ്റെ യേശു വരും മുമ്പേ ഞാൻ യേശുവാണെന്ന് പറഞ്ഞ് വരികയാണ്. യേശുവിനെ പോലെ ഞാൻ മശിഹ എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇനി അടുത്ത് നോക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ എൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിമേലിരിക്കും. അതായത് മശിഹ മടങ്ങി വരുമ്പോൾ അവർക്ക് സമാധാനം നിത്യമായിരിക്കും. ഇത് യഹൂദന്മാരുടെ നെറ്റിയിൽ ദൈവത്തിൻ്റെ മുദ്ര അല്ലയെങ്കിൽ കർത്താവിൻ്റെ നാമം അവിടെ നെറ്റിയിൽ ഉണ്ടായിരിക്കും. ഈ വാഗ്ദത്തം അവൻ ചെയ്യുന്നതാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം നമുക്ക് കാണുന്നുണ്ട്. അവർ ചെയ്യുന്ന ഓഫറാണ്. അതായത് അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും ദാസന്മാരും എല്ലാവർക്കും വലങ്കൈയിലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുവാനോ ചെയ്യുവാൻ വഹിയാതെയും ആകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും എടുക്കേണ്ട കാര്യം, മശിഹ എപ്രകാരമാണോ അതുപോലെയാണ് അവൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അവനെ ഏറ്റെടുത്ത് ഇസ്രയേലിൻ്റെ ദേശത്തിൽ കാര്യം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമ കാലഘട്ടത്തിൽ പറയുന്നത് അവിടെ അവകാശം എവിടെയാണ്. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് പറയുമ്പോൾ നമ്മുടെ അവകാശം എവിടെയാണ്? സ്വർഗത്തിലാണെങ്കിൽ അവിടെ അവകാശം കനാൻ ദേശമാണ്. എന്നാൽ ഈ വാഗ്ദത്തം സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ 37:11 ഇങ്ങനെ പറയുന്നു, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ഇതിൽ മത്തായിൽ നമുക്ക് വായിക്കുമ്പോൾ മത്തായിലും ഇതിൽ കാണുന്നു 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും. യേശു മടങ്ങി വന്ന് നല്ല ദാസനെ 10 പട്ടണത്തിന് അവകാശമാക്കുക എന്ന് പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, 17-ാം വാക്യത്തിൽ, അവനോട്
നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്ത് അധികാരമുള്ളവനായിരിക്കുക എന്ന് കൽപ്പിച്ചു. ഇത് എല്ലാം സഭയ്ക്കാണ് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെങ്കിൽ അപ്പോൾ ഇത് ആർക്കുള്ളതാണ്? യഹൂദ പശ്ചാത്തലത്തിലാണ് 5 പട്ടണം അവകാശമാക്കുക അല്ലെങ്കിൽ 10 പട്ടണം അവകാശമാക്കുക എന്ന് പറയുന്നത്. ഇത് യെശുക്രിസ്തു ഇതുപോലെ വിഭാഗിച്ചു കൊടുക്കുന്നതായി മീഖയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മീഖ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ, അന്നാളിൽ നിങ്ങളെക്കുറിച്ചൊരു പരിഹാസവാക്യവും ചൊല്ലുകയും ഒരു വിലാപം വിലപിക്കുകയും ചെയ്യുന്ന കഥ കഴിഞ്ഞു. നമുക്ക് പൂർണ്ണ സംഹാരം ഭവിച്ചിരിക്കുന്നു. അവർ എൻ്റെ ജനത്തിൻ്റെ ഓഹരി മാറ്റിക്കളഞ്ഞു. അവൻ അത് എൻ്റെ പക്കൽ നിന്നും എങ്ങനെ നീക്കിക്കളയുന്നു? വിശ്വാസത്യാഗികൾക്ക് അവൻ നമ്മുടെ വയലുകളെ വിഭാഗിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് യഹോവയുടെ സഭയിൽ ഓഹരിമേൽ അളവുനൂൽ പിടിപ്പാൻ നിനക്ക് ആരും ഉണ്ടാകില്ല. അതായത് ഇത് യെശുക്രിസ്തു വിശ്വാസത്യാഗികൾക്ക് അവൻ വിഭാഗിച്ച് കൊടുക്കുന്നതായി കാണുന്നു. ഇത് ദാനിയേലിൻ്റെ പുസ്തകം നമുക്ക് കാണാൻ കഴിയും. 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ, അവർ ഒരു അന്യദേവൻ്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്ന ഏവനും അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അതായത് യെശുക്രിസ്തുവിനെ മശികയായി സ്വീകരിക്കുന്നവന് അവൻ ഒരു ദേശം പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ആർക്കു വേണ്ടിയാണ് അവർ കൊടുക്കുന്നത്? വിശ്വാസത്യാഗികൾക്കാണ് കൊടുക്കുന്നത്. അതായത് വിശ്വാസത്തെ ത്യജിക്കും എന്ന് തിരുവചനം പറയുന്നു. 2 തെസ്സലോനിക്കൻ്റെ ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ഒരിക്കൽ കൂടി യഹോവയെ ഉപേക്ഷിക്കും. അപ്പോൾ വിശ്വാസത്യാഗം ചെയ്യുമ്പോഴാണ് അവർ ഈ വയൽ വിഭാഗിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് ദൈവം ചെയ്യുവാൻ പോകുന്നത്? അത് എല്ലാം മനസ്സിലാക്കി യെശുക്രിസ്തു ഇത് ചെയ്യുകയാണ്. നമ്മൾ സങ്കീർത്തനം വായിച്ചതുപോലെ 37:11, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. മത്തായി നമ്മൾ വായിച്ചു. ലൂക്കോസിൽ വായിച്ചതുപോലെ തന്നെ വിശ്വാസത്യാഗികൾക്കാണ് ഇത് കൊടുക്കുന്നത്. 10 പട്ടണം അധികാരമുള്ളവനായിരിക്കുക എന്ന് പറയുന്നത്, അപ്പോൾ ഇത് എല്ലാം 5 പട്ടണം അധികാരമായിരിക്കുക എന്ന് പറയുമ്പോൾ ഇത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യെശുക്രിസ്തു അതേ രീതിയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. യോവേലിൻ്റെ പുസ്തകം പറയുന്നതും അതേപോലെയാണ്. ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം വരുന്നത് മുമ്പേ അത് ഇസ്രായേലിന് 1000 ആണ്ടിൽ വാഴ്ചയ്ക്ക് പരിശുദ്ധാത്മാവിന് നൽകുമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ഇതേ രീതിയിൽ അതേപോലെ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.